സംഘടനയ്ക്കുള്ളിൽ പതിവായി വിവാദങ്ങളുടെ നായകനാണ് പാലക്കാട് എംഎൽഎയായ രാഹുൽ മാങ്കൂട്ടത്തിൽ. സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ യുവതികളുമായുള്ള പരിധിവിട്ട ചാറ്റ് സന്ദേശങ്ങൾ, പ്രസംഗത്തിന് പാരിതോഷികം കൈപ്പറ്റൽ, വിദേശ സന്ദർശനങ്ങൾക്കിടെ വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങുക എന്ന് തുടങ്ങി നിരന്തരം വിവാദങ്ങളിലൂടെയാണ് രാഹുലിന്റെ പ്രയാണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണവും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള രാജിയും കോൺഗ്രസിലെ യൂത്ത് ബ്രിഗേഡിനും ക്ഷീണമായിരിക്കുകയാണ്. അടുത്ത കാലത്ത് പാർട്ടിയിൽ യുവസംഘത്തിന് ലഭിച്ചു പോകുന്ന പരിഗണന പുനഃപരിശോധിക്കുവാനും നിരീക്ഷിക്കുവാനും മുതിർന്ന നേതൃനിര നിർബന്ധിതരാവുകയാണ്. പാർട്ടിയിൽ രാഹുലിന്റെ മെന്റർ എന്ന വിശേഷണമുള്ള ഷാഫി പറമ്പിലിനെ കൂടി ബാധിക്കുന്നതാണ് രാഹുലിനുണ്ടായ പതനം. നിയമസഭയിലും പുറത്തും മികച്ചൊരു യുവനിരയെ വളർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശനും കെ.പി.സി.സി. പ്രസിഡന്റ് ആയിരിക്കെ കെ. സുധാകരനും ശ്രദ്ധ ചെലുത്തിയിരുന്നു. 2 ടേം പ്രതിപക്ഷത്തിലായി പോയ പാർട്ടിയിൽ ഊർജ്ജസ്വലത മടക്കിക്കൊണ്ടുവരാനായി ഒരു പരിധിവരെ ഈ യുവനിരയ്ക്ക് കഴിയുകയും ചെയ്തു. നിയമസഭയിൽ പി.സി. വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, റോജി എം. ജോൺ, മാത്യു കുഴൽനാടൻ, അൻവർ സാദത്ത്, സി.ആർ. മഹേഷ് തുടങ്ങിയവർ സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ കുന്തമുന തന്നെയായിരുന്നു. പിന്നീട് ചാണ്ടി ഉമ്മനുമെത്തി. അതിന് പിന്നാലെ ഷാഫിക്ക് പകരമെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയ്ക്കുള്ളിൽ ആ നിരയിലേക്ക് ഉയരാനുള്ള പരിശ്രമത്തിലായിരുന്നു. രാഹുലിന് പുറത്ത് കോൺഗ്രസിലും പാർലമെന്ററി രംഗത്തും മികച്ച പരിഗണന കിട്ടിയതിന് പിന്നിൽ ഷാഫിയുടെ ഇടപെടലും യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന പാർട്ടി നേതൃത്വത്തിന്റെ വീക്ഷണവുമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ യൂത്ത് ബ്രിഗേഡിന്റെ രീതികൾ ചോദ്യം ചെയ്യപ്പെടും. നിയമസഭാ സമ്മേളനം അടുത്ത മാസം ചേരാനിരിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യ സമ്മേളനമെന്ന നിലയ്ക്കുള്ള വിജയഭേരി മുഴക്കാനിരിക്കുന്ന കോൺഗ്രസ് രാഹുൽ വിഷയത്തിൽ പ്രതിരോധത്തിലാവുകയും ചെയ്യും. രാഹുൽ എംഎൽഎ സ്ഥാനം രാജിവെക്കുന്നില്ല എങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സീറ്റിൽ കോൺഗ്രസിന് നല്ല പണിയെടുക്കേണ്ടി വരുമെന്ന വിലയിരുത്തൽ നേതാക്കൾക്കിടയിലുണ്ട്. ഇത്രയൊക്കെ ആയിരുന്നിട്ടും ഷാഫി പറമ്പിൽ തുടരുന്ന മൗനവും ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്.